ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 97 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ക്രിസ്തു ആരെ, ഒരു ലഘു പഠനം. അതിൻ്റെ ഒരു തുടർച്ച. എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ക്രിസ്തു ആരാന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ കർത്താവാണ് നമ്മളെ സ്വീകരിക്കാൻ വരുന്നത്. ഒന്ന്, പാപികളുടെ ഏക രക്ഷകൻ. അവൻ മാത്രമേ ഉള്ളൂ ഏക രക്ഷകൻ. വേറൊരുവൻ രക്ഷകൻ ഇല്ല. യോഹന്നാൻ 1:29 ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ സകല പാപവും ചുമക്കുവാൻ യോഗ്യൻ ഒരുവൻ മാത്രം. സ്നാപകയോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, നീതിയുള്ള ന്യായാധിപതി, ഒരു കളങ്കമില്ല, അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട്. 1 കൊരിന്ത്യർ 5:7 ആടുകളുടെ നല്ല ഇടയൻ, അവനെ പോലെ ഇടയൻ ലോകത്തിലില്ല. സങ്കീർത്തനം പറഞ്ഞ യഹോവ എന്റെ ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ മാത്രം പാപമോചകൻ. പാപത്തെ മോചിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. മനുഷ്യനായി പിറന്നവരും ആയതുപോലെ തന്നെ ഇതിഹാസ പുരുഷന്മാർക്കും ആർക്കും പാപത്തിന്റെ മോചനത്തിന് അസാധ്യമാണ്. നമ്മുടെ ദൈവത്തിനു മാത്രമേ സാധ്യമുള്ളൂ. ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ അവൻ ജീവന്റെ അപ്പമാണ്. ആത്മാവിൽ വിശപ്പുള്ളവർക്ക് വചനമാകും അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഏക കർത്താവ്. ലോകത്തിന്റെ വെളിച്ചം. അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവർക്ക് ലോകത്തിന്റെ വെളിച്ചം നസ്രന യേശു മാത്രം. സൗഖ്യദായകൻ. ഏത് പ്രശ്നങ്ങൾക്കും അവൻ സൗഖ്യദായകൻ. ഏത് രോഗങ്ങൾക്കും അവൻ സൗഖ്യദായകൻ. 1 പത്രോസ് 2:24 നിത്യജീവന്റെ ഉടയവൻ, സമാധാനത്തിന്റെ പ്രഭു. ഇന്ന് ലോകത്തിലെ മനുഷ്യൻ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് സമാധാനമില്ലെന്ന്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, എത്ര സമാധാനമില്ലാത്തവനായിരുന്നാലും തകർന്നവനായിരുന്നാലും സമാധാന പ്രഭുവിന്റെ അടുക്കൽ ഒന്ന് വരിക. അവൻ ആടുകളുടെ വാതിലാകുന്നു. അവനാണ് നമ്മുടെ വഴികാട്ടിയാണ്. സ്നാനകർമ്മത്തിന്റെ ഉപദേശകൻ. അവൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ ബൈബിൾ പറയുന്നില്ല. ഉപദേശ പെസഹ. മുതിർന്നവരെ സ്നാനപ്പെടുത്തുവാൻ ബൈബിൾ പറയുന്നില്ല. വിശ്വസിക്കുന്നവരെ മാത്രമേ സ്നാനപ്പെടുത്തുവാൻ ബൈബിൾ പറയുന്നു. ബാക്കി എല്ലാ സ്നാനവും വചനവിരുദ്ധമായ സ്നാനമാണ്.
നമ്മുടെ കർത്താവേ, അനാഥരെ കൈവിടാത്തവൻ, ഒരു കുറവുമില്ലാത്തവൻ, അവൻ രക്ഷയുടെ ഉറവിടമാണ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നവൻ ഒരുവൻ മാത്രം. ലോകത്തിലെ ഒരു കുഞ്ഞും മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ്, തെറ്റാണ്, ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്. അവൻ വീണ്ടെടുപ്പുകാരൻ, അവൻ സംരക്ഷകനാണ്, അവൻ സ്നേഹവാനാണ്. ഇതുപോലെ സ്നേഹിക്കാൻ പറ്റിയ ഒരാൾ ലോകത്തിലില്ല. പിതാവിന്റെയും മാതാവിന്റെയും മക്കളുടെയും ഭാര്യയുടെയും സ്നേഹങ്ങൾക്കൊരു പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവെ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ഏക ദൈവം, മനുഷ്യനെ പോറ്റി പുലർത്തുന്നവൻ, തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവൻ, തന്റെ രക്തം മാനവജാതിക്ക് വേണ്ടി കാലുറി ചൊരിഞ്ഞ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഏക രക്ഷകൻ. നമ്മുടെ കർത്താവ് വഞ്ചനയില്ലാത്തവൻ, വ്യാജം പറയാത്തവൻ, പകരത്തിനു പകരം ചെയ്യാത്തവൻ. നമ്മുടെ കർത്താവ് ഇന്ന് പകരത്തിനു പകരം ചെയ്യുകയാണെങ്കിൽ എത്ര എണ്ണം ഡെയിലി ഇവിടെ ദൈവത്തിന് ശിക്ഷയേറ്റ് കൊല്ലപ്പെട്ടേനെ. പകരത്തിന് പകരം ചെയ്യാത്തവൻ, എല്ലാം സഹിക്കുന്നവൻ. നമ്മുടെ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ആ നിരീശ്വരവാദിയെ കൊല്ലുന്ന ദൈവമല്ല. അവനെല്ലാം സഹിക്കും. ഉടനെ അവനെ കൊല്ലാമെന്ന് വിചാരിക്കും ദൈവമല്ല. നമ്മുടെ കർത്താവ് നിർമ്മലൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ, മഹാപുരോഹിതൻ. അവൻ മാത്രമേ ഉള്ളൂ മഹാപുരോഹിതൻ. ഇന്നാര് മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാലും അത് ബൈബിളിന്റെ പുറത്താ. നമ്മുടെ കർത്താവ് മാത്രമേ മഹാപുരോഹിതനായി ഇന്നും പക്ഷപാതം ചെയ്യുന്നുള്ളൂ. ഞാനിത് ഓരോന്നോരോന്നോ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ലഘു സന്ദേശത്തിന്റെ ടൈമിന്റെ ഉള്ളിൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശ്രേഷ്ഠ ഇടയൻ, അവനെ പോലെ നല്ലൊരു ഇടയൻ, അഖിലാണ്ടത്തിന്റെ അധികാരമുള്ളവൻ, നമ്മുടെ കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഏക കർത്താവ്. ഇങ്ങനെയുള്ള ഒരു ദൈവം വേറെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ കർത്താവാണ് നമ്മളെ തേടി വരുന്നത്. നാം അതിനു വേണ്ടി ഒരുങ്ങുക. എൻ്റെ സന്ദേശത്തിന് ഏറ്റവും പ്രധാനമായ 3 കാര്യമാണ്. ഒന്ന്, ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അംഗങ്ങൾ ആകുക. 2, എൻ്റെ സന്ദേശം ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. പാവികൾക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകണം, മനസ്സാന്തരം ഉണ്ടാകണം. 3, വിശ്വാസി അവരുടെ ജീവിതത്തിലെ ഒരു ഉണർവുണ്ടാകണം. വിശ്വാസി കൈവിടപ്പെട്ട് പോകരുത്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്കുകളോടെ എൻ്റെ ലഘു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം.